ഹേയ് ഗായ്സ്, അപ്പോൾ തന്നെ രാവിലെ തന്നെ ഒരു ന്യൂസായിട്ടാണ് ഞാനിപ്പോൾ നമ്മുടെ സിറ്റിയിൽ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ പഠിച്ചൊരു കൂട്ടുകാരൻ അവനെ ഏതോ ഒരു കള്ളൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതെ, ഈ സ്ഥലത്താണ് അവനെ പിടിച്ചു വെച്ചിട്ടുള്ളത് കേട്ടോ. കണ്ട, അപ്പോൾ ഇവനെ പിടിച്ച് വെച്ചിക്കണേ. ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല, അവിടേക്ക് പോയാൽ ചിലപ്പോൾ സീനാകും. അപ്പോൾ എനിക്കറിയാം നമുക്ക് ആ കള്ളനെ വീഴ്ത്തണം, കാരണം അവൻ്റെ കയ്യിൽ ഗണ്ണുണ്ട്. ആ കള്ളൻ്റെ കയ്യിൽ ഗണ്ണുണ്ടായതുകൊണ്ട് നമ്മുടെ പോലീസുകാർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. വണ്ടിയിലും പോലീസുണ്ട്, അതേപോലെ തന്നെ പുറത്തുമുണ്ട്. ഇവൻ സറണ്ടർ ആവണമെന്നുണ്ടെങ്കിൽ ഇവരോട് ഗണ്ണ് താഴെ വെക്കാനാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ മുന്നേ ഞാൻ ഇവർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് എൻ്റെ സ്നൈപ്പർ എടുത്ത് അവനെ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ സ്നൈപ്പർ വെടിയാണ്. അപ്പോൾ അവനെ മയക്കാനാണ് പോകുന്നത്, എന്നിട്ട് അവനെ അറസ്റ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണം. അവൻ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത് ഗൈസ്. ഓക്കെ, പ്ലെയിനിൻ്റെ സൗണ്ട് കേട്ടാൽ അവർ ഇങ്ങോട്ട് നോക്കുമോ? ഇല്ല ഗൈസ്, കാരണം അത് അവരവരോടൊരു ശ്രദ്ധയിലാണ് ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് വേഗം ഒരു പ്ലെയിൻ പോകുന്നത്. എടേ, നീ ചാടിയായിരുന്നു മൊത്തം തീർന്നു. എനിക്കിവിടെ നടക്കാൻ പിന്നെ വഴിയില്ല. ഒയ്യോ ഗൈസ്, ഇപ്പം മൂഞ്ചിയനെ ഗൈസ്. നമുക്ക് അവനെ കാണുന്നുണ്ട്. ഓക്കെ, റെഡി, 1 2 3. ഓ ഗൈസ്, കറക്റ്റ് അവൻ്റെ മേലേക്ക്. അയ്യോ കൂട്ടുകാരൻ, ഓ ഗൈസ്, ഒയ്യോ കാണ്ട അവൻ്റെ ബോധം പോയി ഗൈസ്. എങ്ങനെയുണ്ട് എൻ്റെ കില്ല്? അപ്പോൾ എൻ്റെ കില്ല് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങാം. അപ്പോൾ അവിടെ എത്തിയിട്ട് അവനെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ കൊണ്ടുപോകും. അപ്പോൾ അവനെ കൊണ്ടുപോകുകയാണെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ. അതിൽ എൻ്റെ വണ്ടി കിടക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് കേട്ടോ ഗൈസ്. അതിലവിടെ ഫസ്റ്റ് കിടക്കുന്നത് എൻ്റെ വണ്ടിയാണ്. അയ്യോ അതാണ് റിവേഴ്സ് ഗിയറിലാണ്. അയ്യോ ഗൈസ്, ഇതിപ്പോൾ കത്തും. അയ്യോ അതാണ് ഫയർ വരും ഉറപ്പ് ഗൈസ്. ഞാൻ ഇതോടുകൂടി തീർന്നോ? ഇല്ല. ഗൈസ് വേഗം ഇറങ്ങണം. ഗൈസ്, ജസ്റ്റ് മിസ്സായിരുന്നു. നമ്മുടെ പ്ലെയിന് കത്തി പിടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഗൈസ്. ഇത് എൻ്റെ വണ്ടിയാണ്. എന്താ അതെന്ത് ഗൈസ്? അതെന്താ പോണൊരു അതെന്ത് സംഭവം ഗൈസ്? ഇത് എൻ്റെ വണ്ടിയാണേ. ഇതാണ് എൻ്റെ വണ്ടി. എൻ്റെ വണ്ടി എനിക്ക് വേഗം മനസ്സിലാകും. അപ്പോൾ ഗൈസ്, ഇതെടുത്ത് എനിക്ക് ഇനി എയർപോർട്ടിൽ പോയിട്ട് ഞാനിപ്പോൾ ഇനി ഇതെന്ത് ചെയ്യും ഗൈസ്? ഇത് ഞാൻ ഇനി എയർപോർട്ടിൽ അവിടെ നിർത്തിക്കൊണ്ട് അവിടെ കടന്നോളും, കുഴപ്പമില്ല. ഞാൻ ഇടയ്ക്ക് ഡ്യൂട്ടിക്ക് പോകുന്ന ടൈമിൽ ഈ വണ്ടി എടുത്തുകൊണ്ട് ഇതാര് കൊടുന്നതായിരിക്കും ഗൈസ്? ഏതെങ്കിലും നമ്മളെ സാറ് കൊടുന്ന തന്നെ ആയിരിക്കും. അപ്പോൾ അതാണ്ട് നമ്മുടെ ബൈക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. ഇതേത് പ്ലെയിന്? അപ്പോൾ അവിടെ പ്ലെയിന് ഗൈസ്. ഇതാ നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂള് ഈ സിറ്റിയിൽ ഫ്ലഡ് വന്ന ടൈമിൽ നമ്മുടെ സ്കൂൾ ആകെ നശിച്ചു പോയി ഗൈസ്. പൊളിഞ്ഞു, അതിൻ്റെ ഏതോ 2 ഭാഗം പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നില്ല. അപ്പോൾ പുതിയൊരു ബിൽഡിങ് ഉണ്ടാകാൻ പോവുകയാണ് ഗൈസ്. പക്ഷേ ബിൽഡിങ് വരുന്നത് എൻ്റെ വീട്ടിലാണ് ഗൈസ്. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒന്നും സ്ഥലം ആരും തരുന്നില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് തന്നെ അങ്ങനെ അവസാനം എത്തി ഗൈസ്. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് ഒന്നല്ലേ എക്സ്റ്റെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ആ വീടിൻ്റെ എന്തെങ്കിലുമൊക്കെ കാട്ടേണ്ടി വരും ഗൈസ്. ഇപ്പോൾ അടുത്ത് പോലീസ് സ്റ്റേഷനാക്കി. അതിനു മുന്നേ ഞാൻ എന്തൊക്കെയോ കാട്ടിയിട്ട് എൻ്റെ വീട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി, പിന്നെ അങ്ങോട്ട് തന്നെ ആക്കി. എന്താ ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെ എനിക്ക് മനസ്സിലായില്ല ഗൈസ്. അപ്പോൾ എന്തായാലും അതൊക്കെ തന്നെയാണ് നമ്മളെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. എത്ര പേർക്ക് ഈ ഒരു വീട് അറിയാമെന്ന് എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതങ്ങനെ മറക്കാൻ പറ്റാത്തൊരു വീടാണ്. അപ്പോൾ ഇത് മുൻഭാഗം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് ആരുടെ വീടാണെന്ന് ഗൈസ്. അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലേന്ന് ഇപ്പോൾ നിങ്ങൾ പറയുക ഗൈസ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടിച്ച് കയറി വാ എന്നൊരു കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ അതാണ്ട് ഇവിടെ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് എന്തൊക്കെയോ പോയിട്ടുണ്ട് ഗൈസ്. ഇതിന് മുകളിലാണ് നമ്മൾ അധിക സാധനങ്ങൾ എടുക്കാൻ വരാറ് കേട്ടോ. അദ്ദേഹം ഗൈസ്, ദാണ്ട് ടീച്ചർ കിടന്ന് കൊടുക്കുന്നത്.
എൻ്റെ ക്ലാസ് ടീച്ചറാണ് ഇതാണ്ട് ഈ ഒരു സ്കെയറി ടീച്ചർ കേട്ടോ. ഇതിന് ഈ ഒരു സിറ്റിയിൽ അറിയപ്പെടുന്നത് അതാണ്. അപ്പോൾ ഞാൻ എന്തായാലും അവിടുന്ന് പോന്നിട്ടുണ്ട്. ഇനി അത് ഉണർന്നാൽ എന്നെ പിടിച്ചാട്ടും ഗൈസ്. ഞാനൊരാഴ്ച ക്ലാസ് കട്ട് ചെയ്തിട്ട് ഫുള്ള് കറങ്ങലായിരുന്നു. അപ്പോൾ ഇനി ടീച്ചർ എന്നെ കണ്ടാൽ ചിലപ്പോൾ പണിഷ്മെൻറ്റ് തരാൻ സാധ്യതയുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെ എക്സ്റ്റെൻഡ് പണി ചെയ്യാനുണ്ട്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും വീട് എന്നൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം ഗൈസ്. സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്കത് കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ ഇനിയും ലോഡുമായിട്ട് ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ കുറേ അധികം വ്യത്യാസങ്ങൾ ഞാൻ കാട്ടിയിട്ടുണ്ട്. ഈ ഫ്രണ്ടിലത്തെ മരങ്ങളും ചെടികളൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വീട് കുറച്ച് ഇങ്ങോട്ട് നീക്കണം, അല്ലെങ്കിൽ ആ മതിൽ പൊളിച്ച് കുറച്ച് അങ്ങോട്ടേക്ക് എടുക്കണം. എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു കൺഫ്യൂഷനാണ് കേട്ടോ. നമ്മളെ വീട് പല രീതിക്കും നമ്മൾ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ നമ്മളെ വീട് കുറച്ച് അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെയായിരുന്നു. അങ്ങനെ ഗൈസ് ഒരാഴ്ചക്ക് ശേഷം എന്താണ്ട് ഇത്ര പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വർക്കേഴ്സാണ് ഈ പണിയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതിൽ എനിക്കൊരു പണിയില്ല. ഞാൻ ഈ ലോഡ് കൊണ്ടും അതേപോലെ തന്നെ തിരിച്ചങ്ങോട്ട് പോകും. അത്ര തന്നെ ഉള്ളൂ എൻ്റെ പരിപാടി. അപ്പോൾ അതാണ്ട് ക്ലാസ്സും കാര്യങ്ങളും ഇനി അകത്ത് പോയി ഞാൻ കാണിച്ചു തരാം ഗൈസ്. സ്വിമ്മിംഗ് പൂളുണ്ട്, അതേപോലെ തന്നെ ഗേറ്റ് വെച്ചിട്ടുണ്ട്. ഈ ഗേറ്റ് നമ്മുടെ സ്കെയറി ടീച്ചറിൽ ഉള്ള അതേപോലത്തെ ഒരു ഗേറ്റാണ് ഏകദേശം. ഓക്കെ, അപ്പം ഇനി അകത്ത് കുറച്ച് നമുക്ക് ബെഞ്ചും ഡെസ്കും കൊണ്ടാണ്ട്. അപ്പോൾ ഫ്രണ്ട് ചെറുതായിട്ടൊരു കൊളാപ്സ് വന്ന പോലെ, അതായത് ഇവിടെ കൂടി നമ്മൾ കട്ട ഇടേണ്ടി ഗൈസ്. കുഴപ്പമില്ല, ഇത് മതി. അപ്പോൾ അതെ വാട്ടർഫാളിങ് ഒക്കെ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്, ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ ക്ലാസ്സിൽ ഇപ്പോൾ ഞാനും ടീച്ചറും മാത്രമേ ഉള്ളൂ. രാവിലെ ആയി, ആരും വന്നിട്ടില്ല. ഞാനാണ് ഫസ്റ്റ് എത്തിയത്. ടീച്ചറോട് ആദ്യം എത്തിക്കണ്. ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ക്ലാസ് എങ്ങനെ ഉണ്ടെന്നൊന്നും കൂടി കമൻറ്റ് ചെയ്യുക. നമ്മൾ ടീച്ചർ നല്ല സ്ട്രിക്റ്റിലാണ്. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും കൈക്കോട്ടെ. ഈ ഡോർ തുറന്നാൽ അപ്പുറത്തെ ക്ലാസ്സിലേക്ക് എത്താം. അപ്പോൾ ഇനി മുകൾ ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ലൈബ്രറിയാണ്. അപ്പോൾ മുകൾ ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ ഇതുപോലെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെയും കൂടി ഇനി ബെഞ്ചും ഡെസ്കും കൊണ്ടാണ്ട്. ഇവിടെ നമ്മൾ ബോർഡും ബെഞ്ചും ഡെസ്കും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.